കാന്താ ഞാനും വരാ. ഒരു തിരുത്തുണ്ട്. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ പൂരം കാണാനല്ല, ബാഡ് ഹസ്ബൻഡിൽ ലുല്ലൂസ് ഫെസ്റ്റ് കാണാനാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിന്നു ഗൈസ്. കാരണം അമ്മതിരി ഹൈറ്റാണ് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതൊരു ലിഫ്റ്റ് പോലെ ഇങ്ങനെ മുകളിലേക്ക് അപ്പുറത്തോടേക്ക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 പേർക്കൊക്കെ ഒരൊറ്റ ഇതിൽ കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി തിരക്ക് കുറവാണ്, ക്ലൈമറ്റ് ഇച്ചിരി മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ഡേ ആവാൻ വേണ്ടിയിട്ട് ഫാമിലി ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിന് ഫാർ പ്രൈസൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും നമുക്ക് കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വേണ്ടി ഞങ്ങൾ നോക്കി നിന്ന് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബാഡ് ഹസ്ബൻഡ് മൊത്തം കാണാം കേട്ടോ. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഇങ്ങനെ കാണാനാണ്. നല്ല മുട്ട മഴയായിരുന്നു. നമ്മൾ ഫാമിലി ടാഗൊക്കെ നോക്കി പൈസ കുറയുന്നതൊക്കെ നോക്കിയിരുന്നിട്ട് എന്തായി ക്ലൈമറ്റ് നോക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ കയറിയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് പകർത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. സോറി അല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ബാഡേഴ്സ് വേൾഡ് മൊത്തം നിങ്ങൾ വ്യൂവേഴ്സിന് അടിപൊളിയായിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല. ക്ലൈമറ്റ് ചതിച്ചു. അപ്പോൾ നമുക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾ ചതിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന വ്യൂയ്ക്ക് പറ്റാവുന്ന ക്ലോസപ്പായിട്ട് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നമ്മൾ കയറിയിട്ടുള്ള ഇതിനുള്ളിലുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ലിഫ്റ്റിൽ പോകുന്ന പോലെ ഒരു നമുക്ക് തോന്നുള്ളൂ. അധികം അങ്ങനെ എന്താ പറയുക ഭയങ്കര അപകടം പിടിച്ചതായിട്ടൊന്നും അല്ല. മുകളിലോട്ട് താഴോട്ടും വളരെ സ്ലോവിലാണ് അവർ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. നമുക്ക് ചുറ്റിനും കാണത്തക്ക രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് മൊക്കെയും ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് 3-4 കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഒരു 10-15 ആൾക്കാർക്കൊക്കെ വെച്ചിട്ടൊക്കെ കയറാൻ പറ്റും. അത്രയും വെയിറ്റൊക്കെ താങ്ങാവുന്ന നല്ല ബലത്തിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിള്ളേർക്കും നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടുത്ത റൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ റൈഡൊന്നും നമുക്ക് അത്രയും ഒത്തിരി ഒന്നല്ല, നമ്മുടെ നാട്ടിലും കണ്ടിട്ടുള്ളതാണല്ലേ. കുറച്ച് ലൈറ്റും മിന്നവനിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്ട്രൈക്കിംഗ് കാറിൽ കയറി അത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അടുത്ത ജസ്റ്റ് നമ്പർ എൻ്റെ കിട്ടിയവനാണ്. നമ്മൾ ഭാഷയുടെ പരിജ്ഞാനം മൂലം നമ്മൾ അവർ പറയുന്നത് കേൾക്കാണ്ട് വീണ്ടും ബോളിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ബോൾ ഇട്ടുമ്പോൾ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ അടിച്ചായിരുന്നു കേട്ടോ. അവർ നമ്മളെ വിളിച്ച് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടാണ് വിട്ടത്. അടുത്ത ജസ്റ്റ് നമ്പർ സനക്കുട്ടനാണ്. പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. അങ്ങനെ മാരകമായി വെടിവെപ്പിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇവരെ ഞാൻ എവിടെയോ അതെ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വഞ്ചി പോലെ സാധനം തന്നെ. അതിന്റെ പുറമേ നിന്നുള്ള ആട്ടം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പുറമേ നിന്ന് മാത്രം ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് കുതിരപ്പന്തയത്തിനാണ് ഗൈസ്. കുതിരപ്പന്തയത്തിന് ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം. അയാൾ അവിടെ നിന്ന് കുറേ ജർമ്മൻ ഭാഷയിലൊക്കെ കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബോൾ ഇങ്ങനെ ഹോട്ടലിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിലുള്ള കുതിരകൾ ഇങ്ങനെ നമ്മുടെ പേരെഴുതിയ കുതിരകൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ ആരാണോ ഫസ്റ്റ് തന്നത് അവർ വിൻ ചെയ്തു. അത്രയുള്ള കാര്യം. പിന്നെ ഞങ്ങൾ പോയത് ഈ ആകാശത്തും ഭൂമിയിലും നിൽക്കാൻ പറ്റാണ്ട് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിലാണ്. കുറേ ആൾക്കാർക്ക് തലക്കസുഖമായിട്ട് അവർ ഇതിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല. പുറമേ നിന്ന് മാത്രം നിങ്ങൾ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തത് പിന്നെ ഇതിൽ കയറണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾ കാണുന്ന സാധനം ഞങ്ങളുടെ കണ്ണിൽ പെട്ടതോടെ. സംഭവം ഇതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ മുട്ടിയൊക്കെ പറന്നു പോയി. അവരെ പറന്നു പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ ഇതിൽ കയറി എന്നുള്ളതാണ് സംഭവം. ഇവിടെ ആയിരുന്നു ഇറങ്ങിയപ്പോൾ കുറച്ച് കളികൾ പറന്നു പോയി എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ സ്ട്രൈക്കിംഗ് കാറിലേക്കാണ് പോയത്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോട് ഈ വണ്ടി ഓടിക്കാൻ അറിയുന്നു. ഇതൊക്കെ ഞാൻ 1.5 വയസ്സിൽ പാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. അങ്ങനെ കാർ ഓടിക്കൽ സാഹസത്തിന് ശേഷം അവനെ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശ് കുറെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവന് സമാധാനം കിട്ടി, ഞങ്ങൾക്കും സമാധാനം കിട്ടി. പിന്നെ ഞങ്ങൾ പോയത് ഒരു ബസ്സാണോ തീവണ്ടിയാണോ എന്ന് അറിയാൻ പാടില്ലാത്തൊരു സാധനത്തിലാണ്. അങ്ങനെ ഒരു അതിലും കയറി കറങ്ങി തിരിഞ്ഞ് പോകുമ്പോൾ കുറേ ബോൾസ് കുറേ ഇങ്ങനത്തെ ബബിൾസ് ഞങ്ങളുടെ തലയ്ക്ക് മീതയും കൂടി മറക്കുന്നു. സംഭവം പറഞ്ഞു ചെന്നപ്പോഴാണ് ഈ ബബിൾസ് പൊട്ടി കഴിഞ്ഞാൽ ഇതിന് പുക വരും ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബില്ലോ. ഞങ്ങൾ ആദ്യം കാണുന്ന കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ അത് പകർത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരാഴ്ചത്തെ ഞങ്ങളുടെ ലുലു ഫെസ്റ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. അതിസാഹസികമായി ഞങ്ങളുടെ പ്രകടനങ്ങൾക്കാനും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. ഈ പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് പലതവണ വാങ്ങിക്കാവുന്നതുള്ളൂ ഗൈസ്. പക്ഷേ നമ്മൾ കളിച്ച് ജയിച്ച് വാങ്ങിക്കുമ്പോൾ ഒരു സന്തോഷം അത് കിട്ടില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ, സീ യു.